കോൺഗ്രസിലെ മുഖ്യമന്ത്രി കലഹം കൊടുമ്പിരി കൊള്ളുകയാണ്. നേതാക്കൾ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോകാത്തതിൽ കേന്ദ്ര നേതൃത്വം കടുത്ത അതൃപ്തിയാണ് പ്രകടിപ്പിച്ചത്. നേതാക്കളുടെ ആഹ്വാനത്തെ തുടർന്ന് ഫ്ലക്സ് ബോർഡുകൾ അണികൾ മാറ്റിയെങ്കിലും പുകഞ്ഞു കത്തുന്ന വിഭാഗീയതയ്ക്ക് ഇനിയും ശമനമില്ല. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകാതെ എത്തുന്നതോടെ ഈ വിഭാഗീയത ആളിക്കത്താനാണ് സാധ്യത. നേതാക്കൾ മാറുമ്പോൾ അല്പം സമയമെടുക്കുമെന്ന് കെ മുരളീധരനും പരിഹസിച്ചു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി ആരാണെന്നതിൽ തട്ടിയുള്ള ചർച്ചകൾ നീളുന്നതിൽ കോൺഗ്രസ് നേതൃത്വം കുഴങ്ങുകയാണ്. ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷം പുറത്തിറങ്ങിയ VDയും KCയും RCയും അണികളോട് ഫ്ലെക്സ് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്തെങ്കിലും താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ്. നിലവിൽ പ്രഖ്യാപനം വൈകുമെന്നതിനാൽ തൽക്കാലം ഫ്ലെക്സും പ്രകടനവും വേണ്ടെന്ന നിലപാടിലാണ് മൂവർ സംഘത്തിന്റെ ക്യാമ്പ്. എന്നാൽ 3 പേരിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നതോടെ മറ്റു വിഭാഗങ്ങൾ തെരുവിലിറങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. ഈ സങ്കീർണത എങ്ങനെ പരിഹരിക്കുമെന്ന ആശയക്കുഴപ്പത്തിലുമാണ് KPCC നേതൃത്വം. ഫ്ലെക്സുകൾ വേണ്ടെന്ന് വെച്ചെങ്കിലും ഗ്രൂപ്പ് മാനേജർമാർ സജീവമായി കഴിഞ്ഞു. ഇതര മാർഗങ്ങളിലൂടെ പ്രവർത്തകരുടെ ആവേശം നിലനിർത്താനാണ് ഇക്കൂട്ടരുടെ നീക്കം. VD പക്ഷമാകട്ടെ സൈബറിടങ്ങളിൽ സജീവമാണ്. രമേശ് ചെന്നിത്തല ഗ്രൂപ്പും രംഗത്തുണ്ടെങ്കിലും KCക്കും VDക്കുമെതിരെ കാര്യമായ വെല്ലുവിളി ഉയർത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഹൈക്കമാൻഡ് പ്രഖ്യാപനം വരുന്നതുവരെ പ്രതികരണങ്ങളൊന്നും നടത്തേണ്ടെന്നാണ് മൂവരെയും അനുകൂലിക്കുന്ന പക്ഷത്തുള്ളവർക്കായി നേതാക്കൾ കൈമാറിയിരിക്കുന്ന നിർദ്ദേശവും. ഇതിനിടെ നേതാക്കളുടെ തമ്മിലടി കാര്യമാക്കേണ്ടെന്ന നിലപാടാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. പഴയകാലത്തെ പ്രശ്നങ്ങൾ വേഗത്തിൽ പരിഹരിച്ചെന്നായിരുന്നു മുരളീധരന്റെ കമന്റ്. പുതിയ ആൾക്കാർ വരുമ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കോൺഗ്രസിലുണ്ട്. അതിനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അതേസമയം നേതാക്കൾക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള MLA മാർ രഹസ്യയോഗം ചേരാൻ നീക്കം ആരംഭിച്ചു. അനുകൂലിച്ചവരല്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതെങ്കിൽ ഹൈക്കമാൻഡിനെ ഉടൻ എതിർപ്പറിയിക്കാനും ഒരു വിഭാഗം നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.